ഹലോ ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴമ്പാലക്കുടി സ്കൂൾ ഗ്രൗണ്ട്, അതായത് തരൂരിലെ MLA ഫണ്ടിൽ നിന്ന് നവീകരിച്ചെടുത്ത സ്കൂൾ ഗ്രൗണ്ടിനെ കുറിച്ച് പറയാനാണ്. നേരത്തെ ഇവിടെ എല്ലാം കളിച്ചിരുന്നു. ഫുട്ബോൾ കളിച്ചിരുന്നു, വോളിബോൾ കളിച്ചിരുന്നു, ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഓട്ട മത്സരം നടത്തിയിരുന്നു, അങ്ങനെ പലതും നടത്തിയിരുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. അത് എന്തിന് വേലയ്ക്ക് പന്തലിട്ടതും സ്റ്റേജ് പരിപാടി നടത്തിയതും ഈ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. 1 കോടി രൂപ കൊണ്ട് നവീകരിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കാനേ കഴിയുള്ളൂ, കളിക്കാൻ കഴിയില്ല. എന്താണെന്ന് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് പഴമ്പാലക്കുടി സ്കൂൾ ഗ്രൗണ്ട്. വ്യത്യസ്തമായ രീതിയിൽ 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി മുതൽ അവിടെ കളിക്കാൻ കഴിയുകയില്ല. ഇതിങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കുറേ മണ്ണൊക്കെ ചലിച്ച് ഈ മണ്ണെന്നെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ മണ്ണെന്നെ മാന്തി അവരതെന്നെ ചലിച്ച് അതിനെ തന്നെ വേർതിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പുല്ലും ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 1 കോടി രൂപയുടെ നവീകരണം അടിപൊളിയായിട്ടുണ്ട്. ചുറ്റും മതിൽ കെട്ടി എല്ലാത്തിലും ഒരു പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലൊക്കെ ഒരു ലൈറ്റും കൂടെ കൊടുത്തിരുന്ന കുറച്ച് രാത്രിയും കൂടെ നമുക്ക് ഗ്രൗണ്ട് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, ചുറ്റും കാനയുണ്ട്. അതിൽ മീൻ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് വളർത്താം, അത്യാവശ്യം മീനൊക്കെ വേണമെങ്കിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ചൂലഞ്ഞൂർ അറിയപ്പെടുന്ന മയിൽ സങ്കേതമുണ്ട്. ഇനിയിപ്പോൾ ഒരു പട്ടി സങ്കേതം പഴമ്പാലക്കോട് അത്യാവശ്യമാണ്, കാരണം പട്ടികളുടെ ശല്യം അത്രയുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടികളൊക്കെ പിടിച്ച് ഈ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടാൽ പട്ടി സങ്കേതമാക്കി മാറ്റാം 1 കോടി രൂപയുടെ ഈ ഗ്രൗണ്ടിൽ. അപ്പോൾ 1 കോടി രൂപയുടെ നവീകരണമാണ് ഈ കാണുന്നത്. MLA ഇതുപോലത്തെ നവീകരണങ്ങൾ ഇനിയും തരൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. ഇതുപോലെയൊക്കെ ആക്കി നിർത്തണം. നമുക്ക് MLAയുടെ എല്ലാ ഇതുപോലുള്ള പുതിയ എന്താ പറയുക പദ്ധതികളൊക്കെ തരൂരിൽ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പഴമ്പാലക്കോട്ടുകാർ എന്നാലും ഒരു വിഷമമുള്ളത്, ഇതുപോലൊരു ഗ്രൗണ്ട് വന്നിട്ട് MLAയുടെ ഒരു ഫ്ലക്സ് അവിടെ വെച്ചില്ല പഴമ്പാലക്കോട്ടുകാർ. അത് പഴമ്പാലക്കോട്ടുകാർക്ക് ഒരു അഹങ്കാരം കൊണ്ടാണോ എന്നറിയില്ല, എന്നിലും അത് ചെയ്തത് ശരിയായില്ല. MLAയുടെ ഒരു ഫ്ലക്സ് അവിടെ വെക്കേണ്ടതായിരുന്നു. അപ്പോൾ 1 കോടി രൂപയുടെ ഗ്രൗണ്ട് ഇതാണ്. MLA തന്നെ നമുക്ക് 9 കോടിയുടെ റോഡും കൂടെ പാസ്സാക്കി ഇട്ടിട്ടുണ്ട്, തരൂർ മുതൽ പഴമ്പാലക്കോട് തോട്ടുമ്പള്ള വരെ. അപ്പോൾ 1 കോടി രൂപയുടെ ഗ്രൗണ്ട് ഇതാണ്. അപ്പോൾ 9 കോടിയുടെ റോഡ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഈ വീഡിയോയിൽ ഇനി അത് കാണിക്കുന്നില്ല. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ MLA എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതുപോലത്തെ പുതിയ പദ്ധതികൾ ഇനിയും കൊണ്ടുവരട്ടെ, ഇതുപോലെയൊക്കെ ആക്കി തീർക്കട്ടെ. അപ്പോൾ ഇതാണ് 1 കോടി രൂപ. MLA ഫണ്ടിൽ വലിയ ഫ്ലക്സിൽ കണ്ടിരുന്നു, പിന്നെ ഫ്ലക്സ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ MLAക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.